ഹായ് ഫ്രണ്ട്സ്, ദേവസ്വാളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് റിവ്യൂ ആയിട്ടാണ്. രേഖാചിത്രം എന്ന മൂവി ആയിട്ടാണ്. അതായത് 85 നടന്ന കാതോട് കാതോരം എന്നൊരു മൂവി ലൊക്കേഷനിലെ ഒരു കൊലപാതകം നടക്കുന്നതായിട്ടും അതിനെ ഈ ഒരു കാലഘട്ടത്തിൽ കണ്ടുപിടിക്കുന്നതായിട്ടും ഒക്കെയാണ് ഈ ഒരു മൂവി പോകുന്നത്. സ്റ്റോറി, അതായത് നമ്മുടെ തിരക്കഥ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ അങ്ങനെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരു ബ്രില്യൻ വർക്ക് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ നായകനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ആസിഫ് അലി തന്നെയാണ്. അദ്ദേഹം 2024 കിഷ്കിന്ധാകാന്തൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മൂവി ഇനി എത്രത്തോളം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ കഴിയും എന്നുള്ളത്. നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒന്നും നിരാശപ്പെടുത്താതെ തന്നെ അദ്ദേഹം 2025 രേഖാചിത്രത്തിൽ അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. തിരക്കഥകൾ സെലക്ട് ചെയ്യുന്നതിൽ പുള്ളി ഭയങ്കര ഒരു എന്താ പറയാ കുതിച്ചു കയറ്റം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ ഒരു മൂവിനെ പറ്റി പറയുകയാണെങ്കിൽ 80s 90s ഉള്ള ആൾക്കാർക്ക് നല്ലോണം വർക്ക് ആവുന്ന ഒരു മൂവി തന്നെയാണ്. എനിക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെട്ടു. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആവുമ്പോൾ പറയണ്ടല്ലോ, നല്ലൊരു ഫീൽ തന്നെയാണത്. അപ്പോൾ കാണാത്തവരുണ്ട് എന്തായാലും പോയി കാണുക. നല്ല മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. പിന്നെ അനശ്വര രാജൻ ഒരു വിന്റേജ് ആ ഒരു ഫീലിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ തന്നെ ഒരു പാവം പെൺകുട്ടി, ഒരു നാടൻ പെൺകുട്ടി, ഒരു പഴയ കാലത്തെ ആ ഒരു ഫീലിൽ തന്നെയാണ് അനശ്വരനെ നമുക്ക് ഇതിൽ കാണാൻ കഴിയുക. ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് മരിക്കേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല. സിനിമയെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന രീതിക്ക് പുറത്തേക്ക് വരുന്നതും എന്നാൽ ഒന്നും ആവാതെ അവളുടെ ജീവിതം അതിലൂടെ നഷ്ടപ്പെട്ടു പോവുകയും അതാരും അറിയാതെ പോവുകയും പിന്നീട് ഈ സിനിമയിലൂടെ തന്നെ അവൾ തിരിച്ചറിയപ്പെടുകയും അവളുടെ കൊലപാതകം കണ്ടെത്തുകയും ചെയ്യുന്നതായിട്ടാണ് ഈ ഒരു മൂവി. നമ്മുടെ ആസിഫ് അലി എന്തായാലും ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വരുന്നത്. സ്ഥിരം ക്ലീശകളൊന്നും ഇല്ലാത്ത അടിയോ ഫൈറ്റ് അങ്ങനെ ഭയങ്കര ഒരു ഫൈറ്റ് ഒന്നുമില്ല. അങ്ങനെ ആഗ്രഹിച്ചു വരുന്നവർക്ക് ഒരു നിരാശ ഉണ്ടാവും. ഉള്ള ഫൈറ്റ് ഒരു ചെറിയൊരു ഫൈറ്റ് മാത്രമേ അതിനകത്ത് ഈ ഒരു മൂവിയിൽ കാണാൻ സാധിക്കുള്ളൂ. എന്തായാലും നല്ലൊരു മൂവി തന്നെയാണ്. എടുത്തു പറയേണ്ടത് മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, അതുപോലെ തന്നെ സിദ്ദിഖ്, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഒക്കെ. ജഗദീഷായിട്ട് തന്നെയാണ് ഈ മൂവിയിൽ വരുന്നത്. പിന്നെ കുറെ സാങ്കേതിക വിദ്യകൾ പുതിയതൊക്കെ വന്നിട്ടുണ്ട്. അതായത് വഴി നമ്മുടെ മമ്മൂക്കേനും അതുപോലെ തന്നെ ഭരതൻ സാറിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്കൊരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു ഉണർവ് അല്ലെങ്കിൽ ഉന്മേഷം നൽകുന്ന ഒരു ഫീല് തന്നെയാണ് ഈ ഒരു മൂവി. അപ്പോൾ കണ്ടിട്ടുള്ളവർ എന്തായാലും കമന്റ് ചെയ്യുക. ഇനി കാണാൻ പോകുന്നവർക്ക് അതൊരു പ്രചോദനം ആയിക്കോട്ടെ. കാണാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ പോയി കാണുക. എന്തായാലും അടിപൊളി ഒരു മൂവിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.